ഒരു ചുഴലിക്കാറ്റിന്റെ നടുവിൽ എന്താണ് സംഭവിക്കുന്നത്? പുറത്തു നിന്ന് നോക്കുമ്പോൾ ചുറ്റും ഭീകരമായ കാറ്റും മഴയുമാണ്. എന്നാൽ അതിന്റെ കൃത്യം മധ്യത്തിലേക്ക് എത്തിയാൽ കാര്യങ്ങൾ പെട്ടെന്ന് മാറും. കാറ്റ് കുറയും, മഴ കുറയും, ചിലപ്പോൾ ആകാശം പോലും തെളിയും. അതിശയകരമായി തോന്നുന്നില്ലേ? പക്ഷേ ചുഴലിക്കാറ്റ് അവിടെ അവസാനിച്ചതല്ല. നിങ്ങൾ എത്തിയിരിക്കുന്നത് അതിന്റെ കണ്ണിലാണ്. ഇനി ചോദ്യം, ഇത്രയും ശക്തമായ ഒരു കൊടുങ്കാറ്റിന്റെ നടുവിൽ എങ്ങനെയാണ് ഇത്ര ശാന്തമായ ഒരു ഭാഗം ഉണ്ടാകുന്നത്? അതിന്റെ ഉത്തരം മനസ്സിലാക്കണമെങ്കിൽ ചുഴലിക്കാറ്റിന്റെ തുടക്കത്തിലേക്ക് പോകണം. കഥ തുടങ്ങുന്നത് കടലിൽ നിന്നാണ്. കടൽ വെള്ളം ചൂടാകുമ്പോൾ അതിനു മുകളിലുള്ള ഈർപ്പമുള്ള വായു ചൂടായി മുകളിലേക്ക് ഉയരുന്നു. വായു മുകളിലേക്ക് പോകുമ്പോൾ കടലിനടുത്തുള്ള ഭാഗത്ത് വായുമർദ്ദം കുറയുന്നു. അപ്പോൾ ചുറ്റുമുള്ള വായു ആ ഭാഗത്തേക്ക് എത്താൻ തുടങ്ങുന്നു. എന്നാൽ ആ വായു നേരെ അകത്തേക്ക് പോകുന്നില്ല. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ അതിൻ്റെ സഞ്ചാര ദിശ വളയുന്നു. അങ്ങനെ വായു ചുറ്റിത്തിരിയാൻ തുടങ്ങുന്നു. ഇപ്പോൾ ചുഴലിക്കാറ്റിന് ചുറ്റിത്തിരിയുന്ന ചലനം കിട്ടി. പക്ഷേ അതിനെ കൂടുതൽ ശക്തമാക്കുന്നത് എന്താണ്? കടലിലെ ചൂട്. ചൂടുള്ള കടലിൽ നിന്നാണ് ഈർപ്പമുള്ള വായു തുടർച്ചയായി ഉയരുന്നത്. അത് തണുക്കുമ്പോൾ മേഘങ്ങളും മഴയും ഉണ്ടാകുന്നു. ഈ പ്രക്രിയയിൽ ചൂട് പുറത്തു വരുന്നു. ആ ചൂട് വീണ്ടും വായുവിനെ ഉയരാൻ സഹായിക്കുന്നു. അതോടെ കൂടുതൽ വായു അകത്തേക്കെത്തുന്നു. കൂടുതൽ മേഘങ്ങൾ രൂപപ്പെടുന്നു. കൂടുതൽ ഊർജം ലഭിക്കുന്നു. അങ്ങനെ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തമാകുന്നു. ഇപ്പോൾ നമുക്ക് അതിൻ്റെ മധ്യത്തിലേക്ക് തിരിച്ചു വരാം. ചുഴലിക്കാറ്റിൻ്റെ മധ്യത്തിൽ വായു താഴേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകാം. അതുകൊണ്ടാണ് കണ്ണിനുള്ളിൽ താരതമ്യേന ശാന്തമായ കാലാവസ്ഥ ഉണ്ടാകുന്നത്. പക്ഷേ ഈ ശാന്തമായ ഭാഗത്തിന് ചുറ്റുമുള്ള സ്ഥിതി പൂർണ്ണമായും വ്യത്യസ്തമാണ്. കണ്ണിന് ചുറ്റുമുള്ള കണ്ണുമതിലിലാണ് ചുഴലിക്കാറ്റിലെ ഏറ്റവും ശക്തമായ കാറ്റും കനത്ത മഴയും സാധാരണയായി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രദേശത്ത് ആദ്യം അതിശക്തമായ കാറ്റും മഴയും അനുഭവപ്പെട്ടിട്ട് പെട്ടെന്ന് എല്ലാം ശാന്തമാകുന്നത്. അത് ചുഴലിക്കാറ്റ് അവസാനിച്ചതാകണമെന്നില്ല. കണ്ണ് ഒരു പ്രദേശത്തിന് മുകളിലൂടെ കടന്നു പോകുന്നതായിരിക്കാം. കുറച്ച് സമയത്തിനു ശേഷം കണ്ണിൻ്റെ മറുവശത്തുള്ള കണ്ണുമുതൽ എത്തും. അപ്പോൾ കാറ്റും മഴയും വീണ്ടും ശക്തമാകും. അതായത് ചുഴലിക്കാറ്റിൻ്റെ നടുവിലെ ശാന്തത തന്നെ അതിൻ്റെ ഏറ്റവും കൗതുകകരമായ ഭാഗമാണ്. എന്നാൽ കാറ്റ് മാത്രമല്ല അപകടം. ചുഴലിക്കാറ്റിലെ ശക്തമായ കാറ്റ് കടൽ വെള്ളത്തെ കരയിലേക്ക് തള്ളുമ്പോൾ കടൽ നിരപ്പ് സാധാരണയേക്കാൾ വളരെ ഉയരാം. ഇതാണ് കൊടുങ്കാറ്റ് മൂലമുള്ള കടൽ ജല ഉയർച്ച. അതിനൊപ്പം കനത്ത മഴ കൂടി വന്നാൽ വെള്ളപ്പൊക്കത്തിനും കാരണമാകാം. അപ്പോൾ ഇത്രയും ശക്തമായ ഒരു ചുഴലിക്കാറ്റ് ഒടുവിൽ എങ്ങനെ ദുർബലമാകുന്നു? അതിൻ്റെ ശക്തിയുടെ പ്രധാന ഉറവിടം ചൂടുള്ള കടലാണ്. കരയിലെത്തുമ്പോൾ ആ ചൂടുള്ള കടൽ വെള്ളത്തിൽ നിന്നുള്ള ഊർജം ലഭിക്കുന്നത് കുറയുന്നു. കരയുമായുള്ള ഘർഷണവും ചുഴലിക്കാറ്റിൻ്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ട് സാധാരണയായി അത് ദുർബലമാകാൻ തുടങ്ങും. അങ്ങനെ നോക്കുമ്പോൾ ഒരു ചുഴലിക്കാറ്റിൻ്റെ മുഴുവൻ കഥയും ഒരു വലിയ ചക്രം പോലെയാണ്. ചൂടുള്ള കടൽ വായുവിനെ ഉയർത്തുന്നു. വായുമർദ്ദം കുറയുന്നു. ചുറ്റുമുള്ള വായു അകത്തേക്ക് എത്തുന്നു. ഭൂമിയുടെ ഭ്രമണം അതിനെ ചുറ്റിക്കുന്നു. മേഘങ്ങളും മഴയും കൂടുതൽ ഊർജം നൽകുന്നു. ചുഴലിക്കാറ്റ് ശക്തമാകുന്നു. അതിൻ്റെ മധ്യത്തിൽ രൂപപ്പെടുന്ന ശാന്തമായ കണ്ണും അതിനു ചുറ്റുമുള്ള അതിശക്തമായ കണ്ണുമതിലും ഇതേ പ്രക്രിയയുടെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് ചുഴലിക്കാറ്റ് വെറും ഒരു വലിയ കാറ്റല്ല. കടലിലെ ചൂടും വായുവും വെള്ളവും ഭൂമിയുടെ ഭ്രമണവും ഒരുമിച്ച് പ്രവർത്തിച്ച് രൂപപ്പെടുന്ന അതിശയകരമായ ഒരു പ്രകൃതി പ്രതിഭാസമാണ്. നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് ഒരു വലിയ കാറ്റിൻ്റെ ചുഴി മാത്രം. എന്നാൽ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പ്രകൃതി എത്ര കൃത്യമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാകും. അപ്പോൾ ചുഴലിക്കാറ്റിൻ്റെ നടുവിൽ ശാന്തമായ ഒരു ഭാഗം ഉണ്ടാകുന്നത് യാദൃശ്ചികമല്ല. അതിന് പിന്നിലും കൃത്യമായ ശാസ്ത്രമുണ്ട്. ചൂടുള്ള കടലിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജമാണ് ചുഴലിക്കാറ്റിനെ ശക്തമാക്കുന്നത്. അതിൻ്റെ കണ്ണിന് ചുറ്റുമാണ് ഏറ്റവും ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുന്നത്. പുറത്ത് കൊടുങ്കാറ്റ്, നടുവിൽ ശാന്തത. ഇതാണ് ചുഴലിക്കാറ്റിൻ്റെ ഏറ്റവും കൗതുകകരമായ പ്രത്യേകത. പ്രകൃതിയിലെ ഇത്തരം പ്രതിഭാസങ്ങളെ ഭയത്തോടെ മാത്രം കാണേണ്ടതില്ല. അതിന് പിന്നിലെ ശാസ്ത്രം മനസ്സിലാക്കുമ്പോഴാണ് പ്രകൃതി എത്ര അതിശയകരമായി പ്രവർത്തിക്കുന്നുവെന്ന് തിരിച്ചറിയുന്നത്. ഇത്തരം കൗതുകകരമായ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.